ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ഉദ്യോഗപർവം തുടരുന്നു. തന്തിരുവടിയുടെ കൽപ്പിതെല്ലാമെന്നു ചിന്തിച്ചു തൽപാദാബ്ജം സേവിച്ചുകൊള്ളുക നിത്യം. പിന്നയസ്സനൽ കുമാരൻ മുനിയെഴുന്നള്ളി മന്നവൻ ധൃതരാഷ്ട്രൻ തന്നോടായി അരുൾ ചെയ്തു. അധ്യാത്മം പലതരം അജ്ഞാനം കളവാനായി അത്യന്ത മൂഢന്മാർക്കെത്രയും വിപരീതം. താപസശ്രേഷ്ഠൻ താനും എഴുന്നള്ളിയ ശേഷം താപമുൾക്കൊണ്ടു പിന്നെ വിതുരർ ഉര ചെയ്തു. മേരിലെ വിശേഷങ്ങളൊക്കവേ കേട്ടു കാലവും പുലർന്നിതു. പിന്നെ എല്ലാവരും മന്ത്രശാലയിൽ പൊക്കു തുടങ്ങി നിരൂപണം. അന്ധനാം നൃപതിയും ഭീഷ്മദ്രോണാദികളും സഞ്ജയനതു നേരം ധർമ്മജൻ പറഞ്ഞതും കഞ്ചലോചനൻ അരുൾ ചെയ്തതും അറിയിച്ചാൻ. അച്യുതൻ അരുൾ ചെയ്ത വാർത്തകൾ കേട്ടു ഭീഷ്മർ നിശ്ചയം കൃഷ്ണൻ ചൊന്നാൽ അന്തരമില്ലയെന്നാൻ. മൂർത്തികൾ 3 പേർക്കും മൂലമാം മുകുന്ദനും പാർത്ഥനും ഒരു ഭേദമില്ലടോ സുയോധന. തന്നെത്താൻ പുകഴ്ത്തുന്ന കർണനും നീയുമോടും സന്നാഹമോടു പാണ്ഡുനന്ദനൻ വരുന്നേരം. ഗോക്കളെ വീണ്ടു കൊണ്ടുപോയതു കണ്ടതില്ലേ നോക്കടോ സുയോധന. കണ്ടാലൊട്ടറിയണം വരുവാനുള്ളതൊക്കെ വന്നാൽ പിന്നെയേയുമേതും അറിയപ്പോകാതവരെങ്ങനെ പൊറുക്കുന്നു. വെന്തുപോകേണം ഇവരെന്നതു നിങ്ങളുള്ളിൽ ചിന്തിച്ചു ജതുഗേഹം തീർത്തതില അതിലാക്കി വാതിൽ ബന്ധിച്ചു തീയും വെച്ചന്തരം. വരികയാൽ അന്തവും അവർക്കു വന്നിടാതെ ജീവിച്ചൊരു കുന്തിതൻ തനയന്മാരഭ്യുദയത്തെ കണ്ടു സന്താപം പൂണ്ടോരു നീ കള്ളച്ചൂതാലെ നാടുമെന്തൊരു കഷ്ടം പറിച്ചടവി തന്നിലാക്കി. എന്തിനു നല്ലു നമുക്കെന്നതു മനക്കാമ്പിൽ ചിന്തിച്ചു വാഴും കാലം പിന്നെയും ചതിയാലെ. അന്തകപുരത്തിങ്കലയപ്പാൻ പൊയ്ക തന്നിൽ അന്തരാ ചെന്നു നിങ്ങൾ മരുന്നു കലക്കുമ്പോൾ. ഗന്ധർവശ്രേഷ്ഠൻ ചിത്രസേനനും പടയുമായി ബന്ധിച്ചു നിങ്ങളെയും കൊണ്ടവൻ പോകുന്നേരം. ബന്ധുക്കളായ നിങ്ങൾ ചെയ്ത ദുഷ്കർമ്മമൊന്നും ചിന്ത ചെയ്യാതെ വന്നു വേഗത്തിൽ യുദ്ധം ചെയ്തു. ഗന്ധർവപ്രവരനെ ജയിച്ചു വീണ്ടുകൊണ്ടു ബന്ധുഭാവേന രാജ്യത്തിങ്കലേക്കയച്ചോരു കുന്തിതൻ തനയന്മാരാകിയ പാണ്ഡവന്മാർ ചിന്തിച്ചാൽ അശക്തന്മാരെന്നോ. നിൻപക്ഷമുള്ളിൽ അന്ധത്വം ചെറുതല്ല നിനക്കു സുയോധന. ധർമ്മമുള്ളവർ ജയിച്ചിടുമെന്നതുകൊണ്ടും ധർമ്മജൻ ജയിക്കുമെന്നെല്ലാരും അറിയണം. ദ്രോണരും ഉര ചെയ്തു പാതിയും കൊടുക്കടൂ. നാണക്കേടതിനില്ല ധർമ്മമേ ജയിച്ചിടൂ. ശന്തനുസുതൻ ദ്രോണൻ സഞ്ജയൻ വിതുരരും സന്തതം പറഞ്ഞിട്ടും കേളാഞ്ഞു സുയോധനൻ. അന്ധനാം നൃപേന്ദ്രനും കൃപരും ദ്രൗണിതാനും ബന്ധുക്കളായ സോമദത്ത പുത്രാദികളും ആവോളം അനുസരണം ചെയ്തു പറഞ്ഞിട്ടും ആവതില്ലെന്നു കൽപ്പിച്ചടങ്ങിക്കൊണ്ടാരല്ലോ. കാടുവാഴുകയൊഴിഞ്ഞിങ്ങു പാണ്ഡവർ വന്നു നാടുവാഴുകിലെയ്തു കൊല്ലുക മടിയാതെ. ഉറ്റവരായ നിങ്ങൾ മറ്റൊന്നും പറയേണ്ട, കുറ്റങ്ങൾ ഒഴിഞ്ഞില്ല മറ്റൊന്നും എനിക്കിപ്പോൾ. ഇത്തരം വാക്കുകേട്ടു മറ്റുള്ള മഹാജനമുത്തരം പറയാതെ പോയാരങ്ങോരോ ദിക്കിൽ. ഭഗവദ്ദൂത്. യുദ്ധമേൽക്കുമ്പോൾ എന്നെ കൊണ്ടോരോ കുറ്റം ചൊൽവാൻ വൃദ്ധന്മാർക്കെന്തൊന്നുള്ളതെന്നോർത്തു യുധിഷ്ഠിരൻ. മിത്രമായി നീതിജ്ഞനായി ശാന്തനായി
ശാസ്ത്രജ്ഞനായി എത്രയും മഹാപുരുഷന്മാരിലൊരുത്തനെ സന്ധ്യർത്ഥമയച്ചുടൻ നിരപ്പു പറയിച്ചു. സന്ധ്യയാഞ്ഞൊരു ശേഷമായിരുന്നിതു യുദ്ധം. സജ്ജനമെല്ലാം പുനരിങ്ങനെ പറഞ്ഞിടുമിജ്ജനത്തെ കൊണ്ടതിനാരെയങ്ങയക്കാവൂ. ധർമ്മജനിവയെല്ലാം തന്നുള്ളിൽ നിരൂപിച്ചു. നിർമ്മലനായ വാസുദേവനോടുണർത്തിച്ചു. ആശ്രിതജനപരായണനായിടും ജഗദീശ്വര ദയാനിധേ ഗോപദേ യദുപദേ. മൂഢനാം ഞാനുണ്ടെന്നു നിന്തിരുവടി തന്നോടൂഢാവമാനമായ വചനം ചൊല്ലിടുന്നു. മുറ്റും നിന്തിരുമനസ്സെന്നിയെ ഞങ്ങൾ കോർത്താൽ മറ്റൊരു ശരണമില്ലെന്നതു നിരൂപിച്ചും. സർവജ്ഞനല്ലോ ഭവാനെന്നതുകൊണ്ടും മമ ദുർവിനയോക്തി കേട്ടാൽ ക്ഷമിച്ചു കൊള്ളുക വേണം. ചിന്തിക്ക വേണം പക്ഷേ സന്ധിക്കിൽ മതിയല്ലോ. നിന്തിരുവടി തന്നെ ബന്ധുവായി പോക വേണം. അന്ധത്വം ഞാൻ ചൊല്ലുന്നതോർത്തുള്ളിൽ ക്ഷമിക്കണേ. അന്ധവകുലജാതനാകിയ ജഗൽപദേ. അന്ധനാം നരപതി തന്നെ പുത്രനായോരന്ധാത്മാ സുയോധനൻ തന്നോടു പിണങ്ങാതെ ബന്ധുവത്സലനായ നിന്തിരുവടി തന്നെ ബന്ധുത്വമോടു അനുസരിച്ചു പറയണം. പാതിനാടപേക്ഷിച്ചാൽ അരുതെന്നവൻ ചൊല്ലിൽ പാതിയും വേണമെന്നില്ല. 5 ദേശമേ പോരും. ദേശമില്ലെങ്കിൽ 5 ദേഹമേ പോരുമെന്നാൽ നാശം കൂടാതെ കഴിഞ്ഞിടുകിൽ അതേ വേണ്ടു. സാരസവിലോചനാകിയ നന്ദാത്മജൻ സാരനാം യുധിഷ്ഠിരൻ ചൊന്നതു കേട്ട നേരം തന്നുടെ മനക്കാമ്പിൽ ഹസ്തിനപുരത്തിനു ചെന്നു പോരേണം ഞാൻ. താനേക്കും മുൻപിലേ എന്നു മുന്നമേയുള്ളതാശു ധർമ്മനന്ദനായ മന്നവൻ പറഞ്ഞപ്പോൾ കൗതുകമുണ്ടായി വന്നു. 2-3 അവസ്ഥകൾ സാധിക്കേണ്ടുന്നതിപ്പോൾ ഉണ്ടതിനായിക്കൊണ്ടു ഞാൻ തന്നെ ചെല്ലിലേ പോരൂ എന്നതോർത്തിരുന്നരുളിടുമ്പോൾ കുന്തിപുത്രൻ തന്നുടെ നിയോഗത്തെ കൈക്കൊണ്ടു ഭഗവാനും. സാരഥേ ശീഘ്രം ഗരുഡധ്വജയുക്തമാകും തേരുകൊണ്ടരികന്നു ദാരുകനോട് ചൊന്നാൻ. കണ്ണുകൾ ചുവന്നു കൈ ഞെരിച്ചു പല്ലും കടിച്ചർണോജ നേത്രനോടു ഭീമസേനനും ചൊന്നാൻ. എന്തിനു തുടങ്ങുന്നു ചൊല്ലുകന്നോടുകൂടി ചിന്തിച്ചേ നടക്കാവൂ കാര്യങ്ങളിനിമേലിൽ. ദൃഷ്ടനാം ധൃതരാഷ്ട്രപുത്രന്റെ തുട തച്ചു പൊട്ടിച്ചു കളയും കൗരവശതമെല്ലാം കൊട്ടിക്കൊന്നക്കപ്പൊടിപ്പെടുത്തു കളകയും. ദുഷ്ടനാം ദുശാസനൻ തന്നെ മാറുപിളർനിഷ്ടമായി രക്തം കുടിച്ചിടുകയെന്നുള്ളതും പൊട്ടനാം ഭീമൻ ചെയ്യുകയില്ലയെന്നുണ്ടോ തോന്നി. പെട്ടെന്നു സന്ധി ചെയ്തു കൊണ്ടാലും യുധിഷ്ഠിരനൊട്ടുമേ വിരോധമില്ലിതിനെന്നാൽ നൂനം. ഗന്ധവാഹാത്മജനാം ഭീമൻ ചൊന്നതു കേട്ടു മന്ദഹാസവും ചെയ്തു മാധവൻ അരുൾ ചെയ്തു. ചിന്തിച്ച വണ്ണം തന്നെ പന്തി ഞാൻ കൂട്ടുന്നുണ്ടു. സന്താപം അതുകൊണ്ടു ചിത്തത്തിലുണ്ടാകേണ്ട. കൃഷ്ണയും കണ്ണീരോടെ കൃഷ്ണനോടുര ചെയ്തു. നിശ്വാസമുണ്ടാകേണ്ട വിശ്വസിച്ചാലുമെന്നെ കശ്മലൻ ദുശാസനൻ താനും തൽബന്ധുക്കളും നിശേഷമൊടുങ്ങണമെന്നതിനത്രേ ഞാനും നിശ്ചയം തുടങ്ങുന്നു. പോയാലും ഖേദിക്കേണ്ട ഞാൻ ചാലേ വരുത്തുവൻ വാഞ്ചിതമെന്നു കൃഷ്ണൻ. പാഞ്ചാലിയതു കേട്ടു തെളിഞ്ഞു മരുവിനാൾ. ഓം നമോ ഭഗവതേ
വാസുദേവായ. ഓ